ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും, കണ്ടോ, ആരാ പ്രാർത്ഥിക്കണേ? ഈശോ. മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. സഹായകൻ. അപ്പം ഈ ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് പദം പാരക്കലേറ്റ് എന്നാണ്. അപ്പം ഈ പാരക്കലേറ്റ് എന്ന് ഉള്ളതിൻ്റെ അർത്ഥം, പാരക്കലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നാണ് അർത്ഥം. ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ ആ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് നമ്മളെ ആത്മാർത്ഥമായിട്ട് ഒരു ആത്മസുഹൃത്തിനെയാണ് പാരക്ലേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി എല്ലാം സഹായിക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ അഡ്വക്കേറ്റ് എന്നുള്ള പ്രൊഫഷൻ ഉണ്ടായിരുന്നില്ല. ഒരു കോടതിയിൽ നമ്മളെക്കുറിച്ചൊരു പ്രശ്നമുണ്ടെങ്കിൽ ഈ പാരക്ലേറ്റ്, നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് പറയും, നീ പോണ്ട, ഞാൻ പോയിട്ട് നിനക്ക് വേണ്ടി വാദിക്കാം. ആ അർത്ഥത്തിലാണ് ഐ വിൽ ഗിവ് അനദർ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോകാൻ തന്നെ പേടിയാണ്. കാരണം ഒരു അഡ്വക്കേറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഇത്ര യൂറോ ഇത്ര ഡോളർ കൊടുക്കണം. പിന്നെ കേസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര 1000 രൂപ വേറെ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല ഈ അഡ്വക്കേറ്റ് നമ്മളോട് കൂറ് പുലർത്തോ, അത് നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് കാശ് മേടിച്ച് അങ്ങോട്ട് മാറുമോ. ക്ഷമിക്കണം കേട്ടോ, ഇവിടെ ആരെങ്കിലും അഡ്വക്കേറ്റ് ഉണ്ടോ? ഒരിക്കലൊരു ധ്യാനത്തിന് 5 ദിവസത്തെ ധ്യാനം, വിശദീകരണ ധ്യാനമായിട്ട് തോന്നണം. എല്ലാവർക്കും ഭയങ്കര അനുഭവം. എല്ലാവരും വന്നിങ്ങനെ പങ്കുവയ്ക്കാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞേ, ബ്രദറെ, എല്ലാവർക്കും ഭയങ്കര അനുഭവം ഉണ്ടായി, എനിക്കൊരനുഭവം ഉണ്ടായില്ല. അതെന്താ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അഡ്വക്കേറ്റ് ആണോ? യെസ് യെസ്, ഐ ആം എ റിട്ടയർഡ് അഡ്വക്കേറ്റ്. മതിയായി, അതാണ് കാരണം. അതെന്താ കേട്ടോ, സെബാസ്റ്റ്യൻ വ്യത്യാസമുണ്ട് ഏതായാലും. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ നിയമം, ശിക്ഷ, കൽപ്പന, ഇത് മാത്രം. അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ ചേംബർ നോക്കുകയാണെങ്കിൽ പോയിട്ടുണ്ടോ, മുഴുവൻ നിയമഗ്രന്ഥങ്ങളാണ്. അതിൻ്റെ അകത്ത് ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നിയമം മാത്രമേ ഉള്ളൂ. അവിടെ കരുണ എന്നോ വാത്സല്യം എന്നുള്ള വാക്ക് അവർക്ക് അറിഞ്ഞില്ല. മനസ്സിലായോ? ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് നിയമജ്ഞർ. ഈശോ തുറന്നു പറഞ്ഞു, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവര് ഈ ഫരിസേയരുടെ കാളും വലിയ അവസ്ഥയാണ് അവരുടെ. നിയമം പിടിച്ചുകൊണ്ട് ആ നിയമം അനുസരിച്ച് എങ്ങനെ ഒരാൾക്ക് ശിക്ഷിക്കണം എന്നുള്ളത് മാത്രം അവർ നോക്കണത്. ക്ഷമിക്കുക എന്നുള്ളത് നിയമത്തിലില്ല. ക്ഷമിക്കണേ. അപ്പം ഞാനിത് പറഞ്ഞതാണ്. നമ്മൾ പറയാൻ കാരണം, ആത്മാവാണൻ സഹായകൻ എന്ന് പറയുന്നത് 100% 200% കറക്റ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ. അപ്പം നമ്മൾ കേട്ടു തുടക്കത്തിൽ തന്നെ, ആ ക്രിയേറ്റർ സ്പിരിറ്റ് സമുദ്രത്തിൻ്റെ ആഴത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ പരിശുദ്ധാത്മാവിന് ഒരു ചലനാത്മകതയാണ്, ഒരു ഡൈനാമിക് സ്പിരിറ്റാണ്. ഒരു ഡൈനാമിക്. ഇവിടെ കണ്ടോ ഓരോരുത്തർ കിടന്ന് കറങ്ങണത്, പരിശുദ്ധാത്മാവ് കറക്കണതാ. കൈകൊണ്ടിങ്ങനെയൊക്കെ കാണിക്കുന്നു. അവർക്ക് അറിഞ്ഞൂടാന്നും, ഈ ചെയ്യുന്ന ആൾക്ക് അറിഞ്ഞൂടാ വാസ്തവത്തിലൊക്കെ സംഭവിക്കേണ്ടെന്നുള്ളത്. മനസ്സിലല്ലേ? അതെ, കുഴപ്പമില്ല, കുറച്ച് നാണം കേട്. അപ്പോ നമ്മളെ അങ്ങ് നാണക്കെടുത്തണമായി ചില സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ചലനം. എനിക്കൊരു അച്ഛനറിയാം, ഒരു അമേരിക്കനാണ്, ഒരു അമേരിക്കക്കാരൻ. അപ്പോൾ വലിയ ഒരു ശുശ്രൂഷയിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞ് ഇദ്ദേഹം പരിശുദ്ധാത്മാവെന്ന് വിളിക്കുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങും. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പോഴെല്ലാവർക്കും ഒരു സമാധാനമായി. അങ്ങനെ പറയാൻ ആ അച്ഛൻ എന്നോട് ഭയങ്കര നന്ദി പറഞ്ഞു.
ഒരമ്മച്ചി ഒരു ജർമ്മൻകാരി അമ്മച്ചിട്ട് പരിശുദ്ധാത്മാവെന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ കിടന്നിട്ട് കുലുക്കാൻ തുടങ്ങും. ആൾക്കാരെല്ലാം അവരുടെ നിന്ന് മാറിയിരിക്കും. ഇവർ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാണ്. അപ്പം ഈ ജർമ്മൻകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര നിഷ്ഠക്കാരാണ്. Why are you doing this? Why are you disturbing? ഇപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ Why she is disturbing? She is disturbing others. Why Thomas Paul you are not watching this? എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരും. അപ്പം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. It is Holy Spirit is a moving spirit. It's a dynamic spirit. അതിന് ചലനമുണ്ട്. ഇപ്പം പണ്ടൊരിക്കൽ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ അഭിഷേകം വരുമ്പോൾ എൻ്റെ ബോഡി മൂവ് ചെയ്യും. ഉണ്ടോ ഇപ്പോൾ കാണുന്നുണ്ടോ? പണ്ടത്തെ അത്ര ഇല്ല. പണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ ഡിവൈനിൽ കുറേ ധ്യാനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ധ്യാനത്തിൽ അപ്പം ഞാൻ ഈ ധ്യാനിപ്പിക്കുന്ന നേരത്ത് ഇപ്പം സീറോ മലബാറിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ലത്തീൻ കുർബാനയിൽ ഞാൻ പോയിട്ട് ഈ വെള്ളവും മീനും ഇത് കൊടുക്കുക ഞാൻ സഹായിക്കും. ആ സമയത്ത് ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ ശുശ്രൂഷ ചെയ്യും. അപ്പോൾ ഒരു അൽമായന് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരേ ഒരു ചാൻസ് അതാണ്. എന്നെ അവിടെ ഇരുത്തണില്ല കർത്താവ് നീ പോ ശുശ്രൂഷ ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ അവിടെ വന്ന് ശുശ്രൂഷ ചെയ്യും. ഇപ്പോഴും POCയിൽ ഞാനുള്ളപ്പോൾ ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യും. അച്ഛന്മാർക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു വശത്ത്. മറുവശത്ത് എന്ത് സംഭവിച്ചു? ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ കുർബാന കഴിച്ചു, അച്ഛൻ പോകാൻ. അപ്പോൾ ഒരു കുറിപ്പ് ഒരു പെണ്ണ് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്, ഇതൊന്ന് അച്ഛന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം അച്ഛൻ പോയല്ലോ, പിന്നെ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ ആലോചിച്ചതൊന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ. അപ്പം അതിനകത്ത് എഴുതിയേക്കാണ്, അച്ഛോ അവിടെ അടുത്ത് നിന്ന് ആ കോപ്രായം കാണിക്കണം, ആ മനുഷ്യനെ അവിടെ ഇരുത്തരുത് നാളെ മുതൽ. അപ്പം ഈ ധ്യാനത്തിൻ്റെ തുടക്കമാണ്. അവർക്ക് അറിഞ്ഞൂടാ ഈ കോപ്രായം കാണിക്കുന്ന ആൾ ആരാന്നേ. അപ്പം എനിക്ക് ഭയങ്കര പ്രയാസമായി. ദൈവമേ, എന്നാൽ നാളെ മുതൽ ഞാൻ കയറണില്ല, ഈ ശുശ്രൂഷയ്ക്ക് കയറണില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇല്ലല്ല നീ യുഗോ നീ കയറ്, ഞാനാണ് നിന്നോട് പറയണേ, നീ അവർ പറയണമെന്നല്ല കേൾക്കേണ്ടത്. അപ്പം നമ്മുടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എവിടെ ബൈബിൾ എവിടെ? ബൈബിളിൽ നിർത്തവനെ. ഇറ്റ് ഈസ് എ ഡൈനാമിക് സ്പിരിറ്റ്. അതാണ് ആദ്യം തന്നെ എഴുതിയേക്കുന്നത്, ഡൈനാമിക്സ്. അതായത് എന്താണ്? ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ചലനം ജീവനാണ്, ചലനം. അതാണ് ബെത്സേദ കുളത്തിൽ വെള്ളം ചലിക്കുമ്പോൾ അവിടെ രോഗശാന്തി ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണത്? അവിടെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണത്. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പലതരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള ചലനങ്ങൾ. ഇവിടെ ഭയങ്കര എക്സ്ട്രീം ചലനമാണ് ഈ കറക്ക് കമ്പനി. അപ്പോൾ എനിക്ക് ഒരു വിധത്തിൽ ചില സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആരെങ്കിലും ഇങ്ങനെ ചലിക്കണ കാണണം. അവൻ്റെ അർത്ഥം ആത്മാവ് വന്നു. ചിലർ വീഴണം, ചിലർ ഒച്ചിട്ടാക്കണം, അതൊക്കെ നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അഭിഷേകം വന്നു. നമുക്ക് നല്ല സന്തോഷമാവണം. അവസാനത്ത് നമ്മൾ ആ ആളെ നോക്കണ്ട, ആത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായി ആരംഭിച്ചു. അപ്പോൾ നമ്മളൊന്നും പരിശുദ്ധാത്മാവേന്ന് വിളിച്ച് സ്തുതിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇയാളിവിടെ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അതെ, അപ്പോൾ അത് ആത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് സന്തോഷസമേതം സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും ഇല്ലെന്നോ? അതാണ് നമ്മുടെ പള്ളിയുടെ പ്രശ്നമേ. നമ്മുടെ പള്ളിയുടെ പ്രശ്നം അതാണ്. ഇല്ലേ, ആഫ്രിക്കക്കാരുടെ പള്ളിയിൽ വല്ലതും പോണം, അപ്പോൾ മനസ്സിലാവും. മൊത്തം ഡാൻസും ഓട്ടും ചാട്ടും. ഞാനൊരു ആഫ്രിക്കയുടെ ഗ്രൂപ്പിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാല്ല,
അവരങ്ങ് തെറിച്ചുപോയി. അങ്ങ് ദൂരെ പോയി കിടക്കണം. എനിക്കത് ഭയങ്കര വിരോധാഭാസം തോന്നി. എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവരൊരു റോക്കറ്റ് പോണ മാതിരി അവിടെ നിന്ന് മൂന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. സാധാരണ സ്ലേയിങ് ഇൻ സ്പിരിറ്റ് അതവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വീഴാനുള്ളതൊക്കെ നമുക്കറിയാം. അങ്ങനെ എല്ലാവരും വീഴുന്നുണ്ട്. ഇതങ്ങ് തെറിച്ചു പോയി. അതായത് അതെല്ലാം മനസ്സിലാക്കേണ്ടത് ഒറ്റ വചനത്തിലാണ്. എന്താണ്? ആത്മാവ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നമ്മളിൽ ഒരു ചലനം ഉണ്ടാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരുന്ന സമയത്ത് നമ്മൾ ഫ്രോസൺ ആയിട്ടിരിക്കുകയാണോ? ഫ്രിഡ്ജിലിരിക്കുന്ന മാതിരിയാണോ? അതാണ് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരിത്. ഞാനിങ്ങനെ അഭിഷേക പ്രാർത്ഥന നടത്തുന്ന നേരത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം POCയിൽ 100-ലധികം പേരുണ്ടായിരുന്നു ആ ധ്യാനത്തിൽ. അപ്പോൾ അഭിഷേക പ്രാർത്ഥന 4.5 മണിക്കൂർ നീണ്ടു നിന്നു. 4.5 മണിക്കൂർ ഞാനിരുന്നിട്ട് ഓരോരുത്തർക്കും വേണ്ടി അഭിഷേക പ്രാർത്ഥന നടത്തി പ്രവചിക്കുകയാണ്. പട്ടാരത്തും അങ്ങനെ തന്നെ. ഈ POCയിൽ എന്നിട്ട് ഇന്നലെ അച്ഛൻ എന്നെ കണ്ടപ്പോൾ, ബ്രദറെ, ആ ധ്യാനത്തിൽ എന്നെ ഏറ്റവും സ്പർശിച്ചത് എങ്ങനെ ബ്രദർ ഈ 4.5 മണിക്കൂർ നിന്ന നിലപ്പിൽ ഒരു വ്യത്യാസമില്ലാതെ ഇതുപോലെ അഭിഷേകത്തിൽ ഈ പ്രാർത്ഥന നടത്തി. ഞാൻ പറഞ്ഞു, അതാണ് അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ. അപ്പം അച്ഛനത് മനസ്സിലാക്കിയിരിക്കണം. അതാണ് അച്ഛന് ഒരു അപ്രീസിയേഷൻ തോന്നിയത്. വേറെ അച്ഛൻ ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല. അച്ഛൻ ആ പെരിഫറിയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ ഇപ്പോൾ അവരുടെ ഡയസിസിലൊക്കെ പറയാൻ പോവാണ്, തോമസ് പോളിനെ വിളിച്ച് അൽമായർക്ക് വേണ്ടി പ്രോഗ്രാം നടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്, ഈ രൂപതയിൽ മംഗലാപുരം രൂപതയിൽ ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ അവിടെയും ഒരു അൽമായൻ ആദ്യമായിട്ടാണ് ധ്യാനിപ്പിക്കുന്നത്. ബിഷപ്പും വിക്കർ ജനറലും ചാൻസലറും എല്ലാം നമ്മുടെ ആ ഗ്രൂപ്പിലാണ്. അതായത് 100-300 അച്ഛന്മാരുണ്ട്. അപ്പോൾ 3 ബാച്ചായിട്ട് അവരെ ധ്യാനിപ്പിച്ചത്. ഒരു ധ്യാനം കരിസ്മാറ്റിക്, ബാക്കിയുള്ള വേറെ തരത്തിലുള്ള ധ്യാനങ്ങൾ. അപ്പോൾ എന്തോ കാരണവശാൽ അവരുടെ ആകാംക്ഷ കൊണ്ടാകാം, താല്പര്യം കൊണ്ടാകാം, ഈ അൽമായൻ എങ്ങനെയാണ് ധ്യാനിപ്പിക്കുന്നതെന്ന് അറിയാലോ. ധ്യാനം കഴിഞ്ഞിട്ട് ബിഷപ്പ് തന്നെ നേരിട്ട് വന്ന് പറയാണ്, ഒരു താങ്ക്സ് ഗിവിങ് ആൻഡ് സം ഇൻസ്ട്രക്ഷൻ. ബിഷപ്പ് പറയാണ്, ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇയാളെ സ്റ്റഡി ചെയ്യായിരുന്നു. ഇയാൾ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒന്ന് മനസ്സിലാക്കാൻ, ബിക്കോസ് ഐ ആം ദ ബിഷപ്പ്. പക്ഷേ ഇദ്ദേഹം പറയണതെല്ലാം വളരെ തിയോളജിക്കലായിട്ട് കറക്റ്റായിരുന്നു. മൈ ഡിയർ ബ്രദർ പ്രീസ്റ്റ്, എ ലേമാൻ, ഒരു അൽമായൻ 5 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിലപ്പിൽ നിന്ന് പ്രസംഗിക്കണം. നമ്മൾക്കൊരു സൺഡേ ഹോമിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഇരുന്നിട്ട് വേണം? ഇയാൾക്കൊരു എഴുത്തുമില്ല, കടലാസുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഞാൻ പറയേണ്ടത് ഇതാണ്, കേട്ടോ. മൈ ഡിയർ ബ്രദർ പ്രീസ്റ്റ്, വൈ കോണ്ട് വി ഫോം ഓർ ട്രെയിൻ one Thomas Paul in every parish? കേട്ടോ, അത് കേട്ടപ്പോഴാണ് എനിക്കും ഒരു തിരിച്ചറിവുണ്ടായത്. അതായത് നമ്മൾ ദൈവവിളി ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം, കന്യാസ്ത്രീ ആകാൻ പ്രാർത്ഥിക്കണം, അച്ഛനുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഒരു അൽമായൻ, ഒരു ലേ മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു അൽമായനിൽ ഈ വരങ്ങളുള്ള ഒരു അൽമായൻ ഉണ്ടാകാൻ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവവിളിയായിട്ട്. പക്ഷേ ഞാൻ സീറോ മലബാർ കാർസൂസയിലൊരു പ്രാർത്ഥനയുണ്ട്. എന്താണത്? മോശയുടെ ചൈതന്യത്തോടും ഏലിയായുടെ തീഷ്ണതയോടുമുള്ള അൽമായ ശുശ്രൂഷകരെ തരണേ. ഞാനിപ്പോൾ അച്ഛന്മാരും ബിഷപ്പ്മാരും നിങ്ങൾ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങളുടെയൊക്കെ പേരിൽ ഒരു അൽമായ മിഷനറി ആയിട്ട് മോശയുടെ തീഷ്ണതയോട്, അല്ലെങ്കിൽ മോശയുടെ ചൈതന്യത്തോടും ഏലിയായുടെ തീഷ്ണതയോടും യേശുവിൻ്റെ അഭിഷേകത്തോടും കൂടി നടക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് പാട്ട് പാടാം. ആത്മാവാണൻ സഹായകൻ. ആ പാട്ട് നമുക്കൊന്ന് പാടാം. അത് പാടുമ്പോൾ അതിലുള്ള വാക്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയായിട്ട് പാടും.
അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ നിത്യസഹായകനാണ്. റൂഹ കണ്ടോ, ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ആദ്യ സൃഷ്ടിയിലേക്ക് കണ്ടോ ജീവശ്വാസമൂതി. സങ്കീർത്തനം 104:30 പറയുന്നത്, അങ്ങ് ജീവശ്വാസം അയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ഈ ജീവശ്വാസം അതാണ് റുഹ 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 റുഹാദ കുദിശ റുഹ. ആ റുഹ എന്നത് ഒരു ജീവിക്കുള്ള ജീവശ്വാസമാണ്. ആ ജീവശ്വാസമില്ലാതെ ആ ജീവിക്ക് ജീവനില്ല. അപ്പോൾ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് എൻ ഓക്സിജൻ. നമ്മളിപ്പോൾ ഓക്സിജൻ കുറവുണ്ടെങ്കിൽ ഉടനെ ഓക്സിജൻ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണോ മെഷീൻ എല്ലാം വെച്ച്. ഓക്സിജൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെഷീനൊക്കെ ഉണ്ട്. എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ? പരിശുദ്ധാത്മാവ്. വരുവിൻ, ആ അർത്ഥത്തിൽ നമുക്ക് ഈ ഗാനം ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൻ്റെ ഒരുക്കമാകും. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. എന്റെ ബലഹീനതയിൽ ആത്മാവെന്നെ സഹായിക്കുന്നു. എൻ ശരീരത്തിൻ വാസനകൾ ആത്മാവെടുത്തു മാറ്റുന്നു. എൻ ബലഹീനതയിൽ ആത്മാവെന്നെ സഹായിക്കുന്നു. എൻ ശരീരത്തിൻ വാസനകൾ ആത്മാവെടുത്തു മാറ്റുന്നു. ആത്മാവെടുത്തു മാറ്റുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു, സ്നേഹിക്കുവാനും ക്ഷമിക്കാനും വചനത്താൽ എന്നെ നിറയ്ക്കാനും ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവെന്നെ സഹായിക്കുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ. ദൈവത്തിന്റെ ഗുണരഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിന്റെ ഗുണരഹസ്യങ്ങൾ ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ,
ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ. ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നിത്യസഹായകനായ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ ആത്മാവാണ് സഹായകൻ. ദൈവത്തിന്റെ ഗുണരഹസ്യങ്ങൾ ആത്മാവിന് പകർന്നിടുന്നു, ബുദ്ധിയും ബോധവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിന്റെ ഗുണരഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു, ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ. എന്റെ ജനമേ, നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്ന എന്റെ ചൈതന്യത്തെ ഞാനിതാ ജ്വലിപ്പിക്കുന്നു, ഞാനിതാ ജ്വലിപ്പിക്കുന്നു. നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്ന വരദാനങ്ങളെ 10 മടങ്ങ് ഞാൻ ജ്വലിപ്പിക്കുന്നു. നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്ന വരദാനങ്ങളെ ഞാൻ ജ്വലിപ്പിക്കുന്നു. നിങ്ങളിൽ എന്റെ ജ്ഞാനം ഞാൻ പകരുന്നു, എന്റെ ജ്ഞാനം ഞാൻ പകരുന്നു. വിവേകമുള്ളവരാകുവിൻ. എന്റെ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരുന്നു. ഇപ്പൊ ആർക്കെങ്കിലും പ്രവചിക്കാം, ആരെങ്കിലും പ്രവചിക്കാം. പുറത്തു മാറി പ്രവചനം വരുന്നതനുസരിച്ച് പ്രവചിക്കാം, ശബ്ദമുയർത്തി പ്രവചിക്കാം. ദർശനങ്ങളുണ്ടെങ്കിൽ പറയാം. ഇപ്പോ ഈ നേരത്തെ നൽകിയ പ്രവചന സമയത്ത്
നിങ്ങൾക്ക് ഞാൻ ജ്ഞാനം നൽകുന്നു, ദൈവിക രഹസ്യത്തെ തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ കഴുത്തിന് ഉള്ള വേദന സൗഖ്യപ്പെടുന്നുണ്ട്. കഴുത്തിങ്ങനെ തിരിക്കാൻ പറ്റാതെ വേദന ഉണ്ടായിരുന്നു, കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. ആ വേദന ഇപ്പം മാറി, കഴുത്തിന് വേദന. ഇങ്ങനെ കഴുത്ത് തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, തിരിക്കുമായിരുന്നു, നല്ല എന്തോ ഒരു പിടുത്തവും വേദനയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഉണ്ടോ? നോക്കിയാൽ സൗഖ്യം കിട്ടിയ അനുഭവം ഉണ്ടോ? കഴുത്തിൻ്റെ വേദനയിൽ നിന്ന് സൗഖ്യം കിട്ടിയ ഒരാളുണ്ടോ ഇവിടെ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് വരാമോ? കണ്ടോ ആ സഹോദരി കൈയടിച്ച് നന്ദി പറയാം. അപ്പൊ ഇതൊരു അടയാളമാണ്. ആ പ്രവചനം ഇപ്പൊ തന്നെ ഇവിടെ നടപ്പാകുന്നു എന്നുള്ളതിന്റെ അടയാളം. ഇതിലെ ഭയം ഇരിക്കാം, പറഞ്ഞോളൂ, എന്തുണ്ടായി? ഒരു 4-4.5 വർഷമായിട്ട് എൻ്റെ കഴുത്തിൻ്റെ പുറകെ വളരെ ഒരു റിജിഡ്നെസ്സും വേദനയും ഉണ്ടായിരുന്നു. കിടക്കുമ്പോഴും ഒക്കെ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ കിടക്കാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ ആ വേദന എന്നെ വിട്ടുപോയിട്ടുണ്ട്. ഇത് അടയാളമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവസാനം പറയുന്നൊരു കാര്യം. ഈ മർക്കോസും ലൂക്കായും അൽമായരായിരുന്നു എന്ന് മനസ്സിലാക്കണം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം പറയുന്നത് അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു, കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു, അടയാളങ്ങൾ സഹിതം അവർ പ്രഘോഷിച്ച വചനത്തെ അവിടെ നിന്ന് സ്ഥിരീകരിച്ചു. അതാണ്. അപ്പൊ ഈ പ്രവചനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നടക്കുമോ, ഈ തോമസ് ബോളിങ്ങിനൊക്കെ പറയും ഇത് നടക്കുന്ന കാര്യമായിട്ടാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്ത വരുവേ. അപ്പോൾ ഇതേമാതിരിയുള്ള അടയാളങ്ങളിലൂടെ അത് സ്ഥിരീകരിക്കും. അതൊരു ഭയങ്കര സുഖമാണ് കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ പ്രവചിക്കുമായിരുന്നല്ലോ ക്ലാസ്സുകളിൽ. എല്ലാ ദിവസവും ഇങ്ങനെ സന്ദേശം കിട്ടും, ദർശനമായിട്ട്, ശബ്ദമായിട്ട്, പ്രവചനമായിട്ട് തന്നെ രോഗശാന്തിയുടെ. അപ്പോൾ ഒരു ദിവസം എനിക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഭയങ്കര വേദനയായിട്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ശുശ്രൂഷ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കയറി. ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ വന്നൊരു സന്ദേശം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വേദന കർത്താവ് എടുത്ത് മാറ്റുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് എനിക്ക് തന്നെയാണോ അത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും, അവരാരെങ്കിലും കൈ പൊക്കുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ ആരെയും കാണുന്നില്ല. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു സമാധാനം എൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴുകിയിട്ട്, അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്, ഒരു സമാധാനം ഒഴുകിയിട്ട് ആ വേദന മാറിയെന്ന് മാത്രമല്ല ഒരു വളരെ സുഖകരമായ ഒരു ഫീലിംഗ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതൊരു അനുഭവമാണത്. അതിൽ പിന്നെ അങ്ങനെ വേദന ഉണ്ടായിട്ടേ ഇല്ല എനിക്ക്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഈസ് ഹീൽഡ്. ഇപ്പം എൻ്റെ ഹൃദയത്തിന് ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്ന് പറഞ്ഞത് ഹീൽഡ്. അപ്പം എല്ലാവരും പറയും ഒന്ന് എറണാകുളത്തല്ലേ, ഒന്ന് ചെക്ക് ചെയ്യാമോ, ഇവിടെ ഡോക്ടർ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്യില്ല. അതൊന്ന് ചെക്ക് ചെയ്താൽ ഐ ബിലീവ് ഇറ്റ്. കർത്താവ് പറഞ്ഞു നിന്നെ ഞാൻ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ നടക്കണ കണ്ട പോരെ നിങ്ങൾക്ക്? ഏത് രാപകലില്ലാതെ ഈ പെട്ടിയും ചുവന്നുകൊണ്ട് ഫ്ലൈറ്റുകൾ പിടിച്ച് രാജ്യാന്തരങ്ങൾ നടന്ന് ഇതേമാതിരി ഒച്ചയിൽ ഇതൊക്കെ ചെയ്യുന്നിട്ട് ഇതൊരു ഹാർട്ട് പേഷ്യൻറ്റിൻ്റെ സ്ഥിതിയാണോ? എന്താ ഡോക്ടറെ, ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടാവോ ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ? അപ്പോൾ ഞാനത് വിശ്വസിക്കണം, സൗഖ്യപ്പെടുത്തി എന്നുള്ളത്. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നാണ്, എങ്ങനെ ഞാനിങ്ങനെ ജീവിക്കണേ. അപ്പം എന്നോട് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുമ്പോൾ ഞാൻ റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ പറയണ്ട, ഓക്കെ. അപ്പം ഈ നമ്മുടെ ശുശ്രൂഷയിൽ നമുക്കുണ്ടാകേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കണം, കർത്താവേ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തുറന്നിരിക്കണം. ദർശനങ്ങളുണ്ടാകാം. ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാരലായിട്ട് ഒരു മൾട്ടി ചാനൽ പോലെ ദർശനം, സംസാരം ഇതൊക്കെ നടക്കും. അപ്പോൾ
അപ്പോൾ എനിക്കോട്ട് പറയുകയാണ് ഇങ്ങനെ ഇന്നൊരു സൗഖ്യം നടക്കണു, അത് ഇതിൻ്റെ കൺഫർമേഷനാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം അത് വളരെയധികം വിശ്വാസത്തിൽ വളർത്തും. ഇപ്പം ഞാനത് അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങളിൽ എന്തായിരുന്നു ഒരു ചിന്ത, ഒരാകാംക്ഷയില്ലേ? അത് നടക്കുമോ? നടക്കുമെന്നറിയാം. ആരായിരിക്കും ആവോ? ഇപ്പം തന്നെ നടക്കുമോ? ചിലപ്പോൾ പിന്നീട് ഇങ്ങനെയൊക്കെ പല ചിന്തകളും വരും. എനിക്കോ ചിന്ത ഉണ്ടാവാറുണ്ട്. അത് കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞത് സംഭവിക്കും. പക്ഷേ അവിടെയാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ്. കർത്താവ് പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിക്കുന്നു, അത് നടക്കും, നടന്നു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുമ്പോൾ അത് നടക്കുകയാണത്. അതൊരു മനോഹരമായ ഒരു അഭിഷേകമാണ്. ശുശ്രൂഷയുടെ അഭിഷേകത്തിൻ്റെ ഒരു യാഡ്സ്റ്റിക്കാണ്. നമ്മുടെ ശുശ്രൂഷയിൽ അഭിഷേകത്തോടെയുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്താ? വെളുപ്പിനിട്ട് പ്രാർത്ഥിക്കണം. വെളുപ്പിന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം എന്നെ ഒരു രൂപരേഖ, അല്ലെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവ് എന്തെല്ലാം അഭിഷേകങ്ങളാണ് നൽകാൻ പോകുന്നത്, അതിനൊക്കെ വേണ്ടി ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഒക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ വേറൊരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്. ഇപ്പം ഞാൻ ഒന്നും പ്രാർത്ഥിക്കാതെ ഇവിടെ വന്നൊരു ശുശ്രൂഷ നടത്തുന്നതും 3 മണിക്കൂർ നേരം ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നതും ശുശ്രൂഷ നടത്തുന്ന തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ? ഓക്കെ. അപ്പോൾ ആ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് ഞാനിപ്പോൾ അധികം പറയുന്നില്ല. മേ ബി ആ മലയാളം ടെക്സ്റ്റ് വരുമെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കാം. ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, നമ്മൾക്കിപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവിൽ ഉയരേണ്ട കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ആരാകുന്നു? പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിനെല്ലാം നമ്മൾ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരാ. ഒരു ആധികാരികമായ പ്രബോധനത്തിൻ്റെ ബേസിസിലായിരിക്കണം പറയേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായ പ്രബോധനം നിരവധി പിതാക്കന്മാരുടെയും മാർപ്പാപ്പമാരുടെയും എല്ലാം പ്രബോധനത്തെ ഉൾച്ചേർത്തുകൊണ്ടും 2-ാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രബോധനം ഉൾച്ചേർത്തുകൊണ്ടും ഉള്ളതാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. അപ്പം അതിൽ 2-3 വാക്യം ഞാൻ വായിക്കുകയാണ്. 683 കാറ്റഗിസം. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കയില്ല. പൗലോസിയുടെ ടീച്ചിങ് ആണ്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ കണ്ടോ, പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രന്റെയും ആത്മാവാണ്. ഇനി തുടർന്ന് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ ഈ അറിവ്, അതായത് പുത്രനെ കുറിച്ചും പിതാവിനെ കുറിച്ചുമുള്ള ഈ അറിവ് പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഹലോ, അതുപോലെ ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ. ഇപ്പം നമ്മൾ ക്രിസ്തു നമ്മളിലുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ ബന്ധപ്പെടാന്നുള്ള വാക്ക് നമുക്ക് പരിചയമുള്ളതല്ലേ. ബന്ധപ്പെടാൻ ശരിക്കും ഒരു നപ്ഷ്യൽ റിലേഷൻ പോലെ തന്നെയാണ്. ഒരു മണവാളൻ മണവാട്ടി ബന്ധം പോലെ തന്നെയാണ് ഈശോയും നമ്മുടെ ആത്മാവും തമ്മിൽ. നമ്മുടെ ആത്മാവ് മണവാട്ടിയും ഈശോയുടെ ആത്മാവ് മണവാളനുമാണ്. ഈ മണവാളൻ മണവാട്ടി സംഗമമാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന എല്ലാം സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ മണവാളൻ നമ്മളിൽ വരുന്നു, മണവാട്ടിയുമായിട്ട്. അതാണ് സങ്കീർത്തനം 19 മണവാളനെന്ന
സൂര്യനതിൽ നിന്ന് പുറത്തു വരുന്നു, മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ. ഒന്നും കൂടി തുറക്കമാല്. മണവറയിൽ നിന്നു മണവാളനെന്ന പോലെ സൂര്യനതിൽ നിന്നു പുറത്തു വരുന്നു, മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ. ഓട്ടമാരംഭിക്കുന്നു ആകാശത്തിൻ്റെ ഒരറ്റത്ത്, അവനുദിക്കുന്നു മറ്റേ അറ്റത്ത്, അവന്റെ അയനം പൂർത്തിയാകുന്നു. അവന്റെ ചൂടിൽ നിന്നൊളിക്കാനൊന്നിനും കഴിയുകയില്ല. ഇപ്പൊ ഇത് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. അത് നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയിട്ട് സങ്കീർത്തന ധ്യാനം കേൾക്കണം. അതാണ് ഏറ്റവും ടോപ്പ് ധ്യാനം, മനസ്സിലായി? ഏറ്റവും ടോപ്പ്. അപ്പൊ അതിൽ ഇവിടെ പറയുന്നു, മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യനതിൽ നിന്നും പുറത്തു വരുന്നു, മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ. മല്ലൻ പ്രസന്നത ഉണ്ടാവുന്ന എപ്പോഴാ? യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോ. ഇവിടെ മണവാളൻ മണവറയിൽ നിന്ന് പ്രസന്നതയോടെ വരുന്നത് എന്തുകൊണ്ടാ? മണവറയിൽ ആരുണ്ട്? മണവാട്ടിയുണ്ട്. ആ മണവാട്ടിയെ നേടിക്കഴിഞ്ഞിരിക്കുന്നു, മണവാട്ടിയുമായിട്ട് ഒന്നായി കഴിഞ്ഞിരിക്കുന്നു, ഒരു മധുവിധു സംഭവിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പ്രസന്നതയോടെ മണവാളൻ പുറത്തു വരുന്നു. ഇതാണ് യുഗാന്ത്യം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് യുഗാന്ത്യമാണെങ്കിൽ ഇത് നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവിൽ ഓരോ ദിവസവും സംഭവിക്കുന്നതാണ്. നമ്മൾ പാടാറുള്ള ഒരു മനോഹര ഗാനം, നിന്നിൽ ഞാനുമേ എന്നിൽ നീങ്ങനെ വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൻ്റെ ആകത്തുക എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ട് ആ അനുഭവത്തിൽ അവരുടെ ജീവിതം അങ്ങ് ലയിച്ചു. യോഹന്നാൻ ക്രൂസിൻ്റെ എന്താണ് പ്രേമഗീതം, എന്താണത്? ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി വേറൊന്ന്, മറ്റൊന്ന് ഇരുണ്ട രാത്രി വേറെ, കർമ്മല മലകയറ്റം വേറെ, പിന്നെ ഒരു പോയമാണ്, പോയം. ഷോ ഫയർ ഫയർ ഫ്ലെയിം. അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാന്ന് മനസ്സിലായി. ഞാനിത് എപ്പോഴും പറയണതാണ് ചിലതങ്ങനെ. അപ്പൊ ഈ സ്നേഹജ്വാല, സ്നേഹജ്വാല. അപ്പൊ ഈ സ്നേഹജ്വാല എന്ന് പറഞ്ഞ ആ കവിതാ സമാഹാരം, സ്പിരിച്വൽ കാൻഡിക്കിൾ എന്ന് പറയാൻ വേണമെങ്കിൽ, ഇത് കൊച്ചുരസ്യ പുണ്യമതിയുടെ ഹൗസ് ആയതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറയാൻ തോന്നിയത്. കൊച്ചുരസ്യയുടെ അപ്പൻ ഈ പുസ്തകം വായിച്ചിട്ടേ ഒളിച്ചു വെച്ച്, ഇതിവളെങ്ങാനും വായിച്ചാൽ ഇനി ഇവളെ എനിക്ക് കിട്ടൂല എന്ന് നല്ല ഉറപ്പായിരുന്നു. കൊച്ചുറാണി ഈ പുസ്തകം വായിച്ചാൽ അവൾ ഉടനെ മഠത്തിലേക്ക് പോകും. ഇവളെന്ത് ചെയ്ത് ഈ പുസ്തകം കണ്ടുപിടിച്ച് ഒളിച്ചിരുന്ന് വായിച്ച് അങ്ങനെ തന്നെ ഒളിച്ചു വെച്ച്.
അങ്ങനെ അവള് ആ പ്രേമാഗ്നി ജ്വാലയിൽ അങ്ങ് ഇരിഞ്ഞു. എന്നിട്ട് നിസാര കാര്യമല്ല. അപ്പം അന്ന് കാർമൽ ഒളിമിണ്ടാമഠത്തിൽ ചേർന്നതിന് 16 വയസ്സെങ്കിലും വേണം. ഇവള് 15 വയസ്സിലെ തന്നെ വാശി പിടിച്ചു, എനിക്കിപ്പോൾ തന്നെ ചെയ്യണം. അതാണ് ഈ പുസ്തകം ഉണ്ടാക്കിയ പ്രശ്നം. അപ്പോൾ അവൾക്ക് എന്ത് ചോദിച്ചാലും കർത്താവ് തരും എന്നുള്ള ആ കോൺഫിഡൻസ്, അതാണ് കൊച്ചുദേശ പുണ്യവതിയുടെ മറ്റൊരു കോൺഫിഡൻസ്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ഒരു അപ്പസ്തോലിക പ്രബോധനമാണ് ലാ കോൺഫിഡൻസ്, ദ കോൺഫിഡൻസ്. ഇതൊക്കെ നമ്മൾ വായിച്ചാലുണ്ടല്ലോ. അപ്പോൾ അത് പറയാൻ കാരണം ഈ പ്രേമത്തിൽ ഒരു റൊമാൻറ്റിക് ലവ് ആണത്. അതിൽ നമ്മളങ്ങ് ലയിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി വേറെയാണ്. അതാണ് ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത്. ഞാൻ എന്ത് പറയാനാണ് അത് പറഞ്ഞത്? മണവാളൻ. അപ്പോൾ ഇത് ശരിക്കും മണവാളൻ മണവാട്ടിയുമായിട്ട്, ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ജോൺ ഓഫ് ദ ക്രോസിൻ്റെയും അമ്മ ത്രേസ്യയുടെയും പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് അമ്മ ത്രേസ്യ തന്നെ എഴുതിയിരിക്കുന്നത് ഇത് ഒരു ആത്മീയ ഇൻ്റർകോഴ്സ്, ആ വാക്കാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഇൻ്റർകോഴ്സ്. അതായത് പുരുഷനും സ്ത്രീയും എങ്ങനെ സ്നേഹത്തിൽ ഒന്നാവുകയും പുരുഷൻ സ്ത്രീയിൽ തുളച്ച് കയറുന്നു, ആ വാക്കുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്ന പോലെ തന്നെ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ തുളച്ച് കയറി നമ്മുടെ ആത്മാവിനെ പ്രേമിച്ച് ഒന്നാക്കി ദൈവാത്മാവിൽ നിന്നുള്ള ദൈവബീജം അതിലേക്ക് ഒഴുക്കുന്നു എന്നുള്ളതാണ് ഈ കോണ്ടംപ്ലേഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് എക്സ്പീരിയൻസ്. അതൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇതെല്ലാം പ്രവചനവും വരദാനങ്ങളുമായിട്ട് ബന്ധമാണ്. ഇതാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടുത്തെ പറയണത് ഈ കാറ്റഗിസം പഠിക്കണമെങ്കിൽ തോമസ് പോൾ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിക്കണത് ഒരു സ്റ്റാൻസൊക്കെയാണ്. അപ്പോൾ അതിൽ പറയാണ് ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇപ്പോൾ മനസ്സിലായോ? ബന്ധപ്പെടാൻ എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ കുടുംബസ്ഥരായിട്ടുള്ള വിവാഹിതരായിട്ടുള്ളവർക്ക് എളുപ്പം മനസ്സിലാവണമല്ലേ? ക്ഷമിക്കണം സിസ്റ്ററെ ഒരു അപ്പോൾ ഞാൻ ഈ കർമ്മലിത്ത മിണ്ടാമഠത്തിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഹംഗറിയിൽ, അപ്പോൾ അതിൻ്റെ സുപ്പീരിയർ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വന്നല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞതൊക്കെ വല്ല തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ, വല്ലതും നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാം, അപ്പോൾ എനിക്കത് തിരുത്താലോ. അപ്പോൾ അവർ കുറേ ചിന്തിച്ചിട്ട് പറഞ്ഞു, സിൻസ് യു ആർ എ ലേ മാൻ ആൻഡ് എ ഫാമിലി മാൻ യു യൂസ് ദാറ്റ് വേർഡ്, ഏത് ഇൻ്റർകോഴ്സ് എന്നുള്ള. പക്ഷെ അത് സിസ്റ്റേഴ്സിനോട് അത് പറയുമ്പോൾ അങ്ങനെ പറയണോ? അതിന് പകരം ഒരു സ്പിരിച്വൽ മാരേജ് എന്ന് പറഞ്ഞാലും പോരെ എന്ന് വെച്ച് മതിയായിരിക്കും. പക്ഷേ ഇങ്ങനെയാണ് അമ്മ ത്രേസ്യയുടെ കർമ്മല മലകയറ്റത്തിലും യോഹന്നാൻ അമ്മ ത്രേസ്യയുടെ അഭ്യന്തര കർമ്മത്തിലും കർമ്മല മലകയറ്റത്തിലും എല്ലാം പറഞ്ഞേക്കണത്. എന്നാലും അങ്ങനെ പറയണ്ട ഈ സിസ്റ്റേഴ്സിനോടെന്ന് പറഞ്ഞു. എന്നാൽ ശരി, പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവസാനത്തെ എൻ്റെ പ്രഭാഷണ സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ വാക്കുകൾ തെറ്റുപറ്റിയിട്ട് ക്ഷമിക്കണം. ഒന്ന് എനിക്ക് തിരുത്താൻ തോന്നുന്നത്, ഈ വാക്ക് ഞാനിങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ഒരു കന്യാസി വന്നിട്ട് പറയാൻ, അതാണ് എന്നെ ഏറ്റവും സ്പർശിച്ചത്. ഇതെന്ത് പറയുന്നു? എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഈശോ എൻ്റെ മണവാളനാണെന്നും ആ മണവാളൻ മണവാട്ടിയെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു ശാരീരികമായി ആത്മീയമായും പ്രേമത്തിൽ എന്നെ അങ്ങ് പൊതിഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രദറെ അങ്ങനെ തന്നെ പറഞ്ഞു. അവർ പറയും
ഇപ്പൊ എന്ത് പറയാം? അപ്പൊ ഈ ആത്മീയതയിലെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ സൗത്താപൂസ എന്നാണ് സുറിയാനിയിൽ ഇതിന് പറയുന്നത്. സൗത്താപൂസ അതായത് എന്താണ് മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ കണ്ടോ, റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. അതായത് പിതാവിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് വന്നിട്ട്, അവിടെ സുറിയാനി പദം സൗത്താപൂസ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നാകുന്ന പോലെ അവരൊന്നാകുന്നു. അപ്പോൾ ഞാൻ ഈ സൗത്താപൂസ എന്ന് ഇങ്ങനെ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ എവിടെയാണ് ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റൽ, നമ്മുടെ CMIക്കാരുടെ ഹോസ്പിറ്റൽ, രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ ഒരു വയസ്സായ അച്ഛൻ, എൻ്റെ ധ്യാനം എപ്പോഴും കൂടാറുള്ള അച്ഛനാണ്, അച്ഛോ തോമസ് പോൾ ബ്രദറും. എൻ്റെ ബ്രദർ, ഈ സൗത്താപൂസയൊക്കെ ആർക്ക് മനസ്സിലാവും? ഈ കാലത്ത് ആർക്കെങ്കിലും മനസ്സിലാവും? അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ഗാനങ്ങൾ ശരിക്കും കേൾക്കണ ആളാണ്. ബ്രദർ വന്നാലേ കുറച്ചു നേരം ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തി. അച്ഛന് ഈ സൗത്താപൂസ ഭയങ്കര ഒരു ലഹരിയായി മാറി. ഞാൻ ആലോചിക്കാണ്, നമ്മളുടെ ആ പറഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു വാക്ക് അച്ഛനെ അങ്ങ് ആത്മീയമായിട്ട് ഭയങ്കര ഉണർവുണ്ടാക്കിയതവരാണ്. സൗത്താപൂസ. അപ്പം എന്നിട്ട് എന്നെ പിടിച്ചിരുത്തി കുറേ നേരം ഒരു ക്ലാസ് അച്ഛന് വേണ്ടി മാത്രം പറയാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പം നമ്മുടെ ദൈവാനുഭവത്തിൻ്റെ കേന്ദ്ര ബിന്ദു പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അവിടുന്ന് വളരെ എളുപ്പമാണിത്. അവിടുന്ന് നമ്മിൽ വരികയും നമ്മിൽ വിശ്വാസത്തിന്റെ ദീപം തെളിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ വിശ്വാസം. ഇത് ഭയങ്കര ഒരു ഡൈക്കോട്ടമിയാണ്. നമ്മൾ നോക്കുമ്പോൾ പിതാവാണ് വലുത്, അത് കഴിഞ്ഞിട്ട് പുത്രൻ, മൂന്നാം സ്ഥാനമേ പരിശുദ്ധാത്മാവിനുള്ളൂ. അപ്പൊ ഇവിടെ ഒരു പിതാവ് എഴുതിയിട്ടുണ്ട്, വിശ്വാസം, വിശുദ്ധ ഗ്രിഗറി ഓഫ് നസിയാൻസൻ. ഞാനത് വായിക്കുന്നില്ല, സാരാംശം പറയാം. അദ്ദേഹം പറയണത്, നമ്മൾ സാധാരണഗതിയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന് മൂന്നാം സ്ഥാനം കൊടുത്തിരിക്കുകയാണെങ്കിലും പരിശുദ്ധാത്മാവാണ് ആദ്യം പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചുമുള്ള വിശ്വാസം നമ്മളിൽ കൊളുത്തുന്നത്. മനസ്സിലായോ? ആ വർക്കിംഗ് നോക്ക്. നമ്മൾ ആദ്യം പിതാവിന് ഒന്നാം സ്ഥാനം കൊടുക്കണു. അപ്പൊ ഈ കോളേജിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സിൽ കണ്ടിട്ടില്ലേ, ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആള് വന്നിട്ട് ഒരു വലിയ പീഠത്തിൽ നിൽക്കും ഇല്ലേ. സെക്കൻഡ് പ്രൈസ് കുറെ താഴെയാണ്, തേർഡ് പ്രൈസ് കുറെ കൂടി താഴെ. അങ്ങനെയല്ല പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും. അവര് ഒരേ പ്ലാറ്റ്ഫോമിൽ നിൽക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ച്, നമ്മുടെ അകത്ത് പിതാവ് ഫസ്റ്റ് പ്രൈസ്, പുത്രൻ സെക്കൻഡ്, പരിശുദ്ധാത്മാവ് ഏറ്റവും താഴെ. അങ്ങനെയല്ല ദൈവത്തിൻ്റെ പരിവർത്തനം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു സബ്സ്റ്റൻസ് ആണ്, വൺ സബ്സ്റ്റൻസ്. അവര് സമാസമമാണ്. അതാണ് അടുത്ത് ഞാൻ 685 പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം. ഇത് വളരെ പ്രധാന ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ അതിന്റെ ടീച്ചിങ് ഇതാണ്. 655 പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം, പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിയാണെന്നും
പിതാവിനോടും പുത്രനോടും ഏക സത്തയായ വ്യക്തിയാണെന്ന്, പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവരും മഹത്വീകരിക്കപ്പെടുന്നവരുമാണെന്ന് ഏറ്റു പറയുക എന്നതാണ്. കണ്ടോ, പിതാവിനോടും പുത്രനോടും ഏക സത്തയായ വ്യക്തിയാണ്. ഏക സത്തയായ വ്യക്തി. 685. ഇങ്ങനെ ഇവിടെ കുറെ കാര്യങ്ങൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുണ്ട്. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത്രയും മതി. ഇപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാവായിട്ട് കാണുന്നു. പ്രതീകങ്ങൾ അതിവിടെ വേറെ ഉണ്ട്. പ്രതീകങ്ങൾ, ആ പ്രതീകങ്ങളിൽ ഒന്ന് രണ്ട് പ്രതീകങ്ങളുടെ ഏറ്റവും പ്രധാന പ്രതീകം ജലമാണ്. ജലം, ജീവജലം. ജലത്തിന്റെ പ്രതീകാത്മകത മാമോദീസയിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അത് പുതിയ ജനനത്തിന് ഫലപ്രദമായ കൗദാശി അടയാളമായി തീരുന്നു. നീ കേട്ടോ, നമ്മുടെ പ്രഥമ ജനനത്തിന് മുൻപ് നാം ഗർഭത്തിൽ സംവഹിക്കപ്പെട്ടത് ജലത്തിലായിരുന്നു. അങ്ങനെയാണ് ജീവജലം. അതായത് അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ആയിരുന്നപ്പോൾ നമ്മൾ ആയിരുന്ന ആ ജലമാണ് ജീവജലം. അങ്ങനെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും ആ ജീവജലത്തിൽ നിന്നും നമ്മളെ അമ്മ പ്രസവിച്ചു. പ്രസവിച്ചിട്ട് നമ്മുടെ ബയോളജിക്കൽ ബർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സഭയുടെ ഗർഭപാത്രത്തിലേക്ക് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിലേക്ക് മാറ്റി. അതാണ് മാമോദീസ. അങ്ങനെയാണ് ജീവജലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അമ്മയുടെ ഗർഭത്തിൽ നമ്മളെ ജലത്തിൽ എങ്ങനെ അമ്മയുടെ ഗർഭം നമ്മളെ സംരക്ഷിച്ചുവോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം സഭാമാതാവിൻ്റെ ഗർഭത്തിൽ നമ്മൾക്ക് വേണ്ടതെല്ലാം നൽകി നമ്മളെ ജീവൻ തുടർത്തുന്നു. ജലം എന്ത് മനോഹരമാണില്ലേ? അതെ, നിക്കോദേമോസിനോടൊക്കെ പറഞ്ഞത് തന്നെയാണ്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അപ്പൊ എന്താണ് ഈ ജലം എന്നുള്ളതിൻ്റെ ആ ഒറിജിൻ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ജലം എന്ന് അവിടെ വാക്ക് വന്നിരിക്കുന്നത്? ഇനി പ്രാവ് ചിറകടിച്ചുയർന്നാൽ മാത്രമേ പ്രാവിന് പറക്കാൻ പറ്റുള്ളൂ. റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചത് ഈ ചിറകടിച്ചുയരുന്ന ഒരു പക്ഷിയെ കണ്ടിട്ടാണ്. ഉണ്ടോ? അങ്ങനെ അവർ കണ്ടെത്തി ഈ ചിറകിലാണ് ശക്തി. അങ്ങനെ വിമാനത്തിന്റെ സിമ്പിളിലേക്ക് വരാം. വിമാനത്തിന്റെ ചിറകുകളിൽ എന്താ ഉള്ളത്? എഞ്ചിനാണ്. ആ ചിറകുകളിൽ തൂങ്ങിക്കിടക്കുന്നതാണ് വിമാനത്തിന്റെ എഞ്ചിൻ. വിമാനം പറക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ എഞ്ചിൻ സ്റ്റാർട്ടാകണം. എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ചിറകുകളിലുള്ള ആ പക്ഷിയുടെ ചിറകുകളിലുള്ള ചിറകുകൾ എന്താണ് തൂവലുകൾ പോലെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് പൊങ്ങിയ താഴെയൊക്കെ ചെയ്യും. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ എന്ന് പറയുമ്പോൾ ഈ പ്രാവ് ഇങ്ങനെ ഇരിക്കായിരിക്കും. പരിശുദ്ധാത്മാവേ വിളിക്കണോ? ആരെ വിളിക്കണോ? തോമാസ് പോൾ. ഓക്കെ, ഉടനെ ചിറക് വിടർത്തും. ആരാണ് ഈ ചിറകിലുള്ള എഞ്ചിൻ? പിതാവും പുത്രനുമാണ്. കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ ആൻഡ് ദ സൺ. പരിശുദ്ധാത്മാവ് ആരാവുന്നു? പിതാവിനോടും പുത്രനോടും സത്തയിൽ ഒന്നായിരിക്കുന്ന ദൈവം തന്നെയായ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാവുന്നു. അപ്പൊ ഈ ദൈവ വ്യക്തിക്ക് പിതാവും പുത്രനും ഇല്ലാതെ വരാൻ പറ്റില്ല. പിതാവും പുത്രനും ഈ ദൈവ വ്യക്തിയുടെ രണ്ട് ചിറകുകളാണ്. ആ എഞ്ചിൻ സ്റ്റാർട്ടാകാതെ പരിശുദ്ധാത്മാവിന് വരാൻ പറ്റില്ല.
പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യം ഈ എൻജിൻ സ്റ്റാർട്ടാക്കും. പിതാവിന്റെ പുത്രന്റെ എൻജിൻ സ്റ്റാർട്ടായി ഉടനെ 3 പേരും കൂടി വരികയാണ്. അപ്പോ ഈ ത്രിത്വത്തിന്റെ പ്രവർത്തനം 3 പേരും ഒരുമിച്ചാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഓരോരുത്തരുടെ പ്രവർത്തിക്കും അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട് താനും. അപ്പൊ അഭിഷേകം ആരുടെ പ്രവൃത്തിയാണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ അഭിഷേകം നൽകുന്നത് ആരാണ്? പിതാവാണ്. അഭിഷിക്തൻ ആരാണ്? പുത്രനാണ്. കണ്ടോ, ഈ 3 തമ്മിൽ ചേർന്ന് കിടക്കണുണ്ടോ? അപ്പൊ ഇവിടെ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞേക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ അഭിഷേകം നൽകണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഫോൺ നമ്മുടെ അല്ലല്ലോ, ഓക്കെ, കുഴപ്പമില്ല. അഭിഷേകം നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കണം, ഈ 3 വ്യക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അഭിഷേകം നൽകുന്നത് പിതാവാണ്, അഭിഷേകം പരിശുദ്ധാത്മാവാണ്, അഭിഷിക്തൻ ക്രിസ്തുവാണ്. ഇവര് 3 നമ്മളിലുണ്ട്. ഈ 3 പേരുടെയും പ്രവർത്തനം നമ്മളുമായിട്ട് ഏകീകരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിൽ ആരുണ്ട്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മുടെ മേൽ കുരിശ് വരയ്ക്കുന്നതിന്റെ അർത്ഥം ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവിൽ വസിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചലിപ്പിച്ച് യേശുവിൻ്റെ ശാഖകളാക്കി നമ്മളെ മാറ്റുന്നു. ഇതിന് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളെ ആക്കിക്കോ വിട്ടുകൊടുത്താൽ മതി. സറണ്ടർ. വട്ടം പറപ്പിക്കണമായിരിക്കാണ്. വട്ടം പറക്കണു. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവിൽ ഈ കുറെ കാര്യങ്ങൾ ഈ കാറ്റഗിസം നോക്കി പഠിക്കണം. അപ്പൊ മുഴുവൻ ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ നോക്കി പഠിക്കണം, വായിച്ചു പഠിക്കണം. ഒന്ന്, ഞാൻ ഈ പുസ്തകം കാണിച്ചു തന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇംഗ്ലീഷ് കുറച്ചെങ്കിലും വായിക്കാൻ അറിയാവുന്നവർ ഈ പുസ്തകം വരുത്തും. ഇതൊരു വണ്ടറാണ്. ഇറ്റ് ഈസ് എ വണ്ടർ. രണ്ടാമത് ഡോമിനോം വിവിഫിക്കാൻഡോം എന്ന ജോൺ പോൾ II മാർപ്പാപ്പയുടെ വിശ്വപ്രഖ്യാതമായ ചാക്രിക ലേഖനമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മറ്റൊരു പ്രബോധനം. ഡോമിനോം എറ്റ് വിവിഫിക്കാൻഡോം. അതൊന്ന് മാറ്റിയിട്ട് ആ കേബിളങ്ങ് ഓക്കെ. ഔട്ട്പുട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇവിടെ ഒരു നല്ല മൈക്ക് സിസ്റ്റം കിട്ടണേ. ഉച്ചരിച്ചപ്പണ്ടി നീ എന്ത് ചെയ്യണേ, വേഗം ഒരു നല്ല മൈക്ക് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി കൊടുക്ക്. അതോടൊപ്പം ഒരു ഇന്റർനെറ്റ് ആക്സസും കൊടുക്കും ഇവിടെ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡോമിനോം വിവിഫിക്കാൻഡം എന്നുള്ളതിന്റെ മലയാളം കർത്താവും ജീവദാതാവും. അത് മലയാളത്തിൽ ഞാൻ എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാനത് മലയാളം നിങ്ങൾക്ക് അയച്ചു തരാം. അതെല്ലാം വായിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? നമുക്ക് ഇത്രയും വരെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാവും. സത്യം അതാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവിൽ വെറും ഒരു വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാവും. സത്യമായിട്ട് ഞാൻ പറയാണ്, എൻ്റെ അറിവ് ഒരെല്ലോളമേ ഉള്ളൂ. എനിക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. സത്യമാണത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മഹാവിദ്യാലയത്തിൽ നമ്മൾ പഠിക്കണം. ഞാൻ വിശുദ്ധ ഗ്രിഗറി ഓഫ് നസ്യാൻസൂസ് പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അദ്ദേഹം ആണ് ദ തിയോളജിയൻ എന്ന് പറയുന്ന ചർച്ച് ഫാദർ. സഭാപിതാക്കന്മാരിൽ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ്
ദ ഗ്രിഗറി ഓഫ് നസിയാൻസെൻസ്, ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ഗ്രിഗറി. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, പഴയ നിയമം, ഓക്കെ ഞാനത് വായിക്കാതായിരുന്നു. പഴയ നിയമം പിതാവിനെ കുറിച്ച് വ്യക്തമായി പ്രഘോഷിച്ചു, എന്നാൽ പുത്രനെ കുറിച്ച് വളരെ അവ്യക്തമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പുതിയ നിയമം പുത്രനെ വെളിപ്പെടുത്തി ആത്മാവിൻ്റെ ദൈവികതയെക്കുറിച്ച് അല്പം മാത്രം അറിവ് നൽകുകയും ചെയ്തു. അപ്പോൾ ആത്മാവ് ഇപ്പോൾ അപ്പൊ ഈ ആത്മാവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ എവിടെയാ? പഴയ നിയമം പിതാവിനെ കുറിച്ച് വെളിപ്പെടുത്തി, പുത്രനെ കുറിച്ച് അല്പം. പുതിയ നിയമം പുത്രനെ കുറിച്ചാണ്, പുതിയ നിയമം മുഴുവനും ഗോസ്പലും എല്ലാം. ആത്മാവിനെ കുറിച്ച് അല്പം മാത്രം. ആത്മാവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ എവിടെയാ? ആത്മാവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇതാ ഇവിടെ പറയാണ്, ഇപ്പോൾ ആത്മാവ് നമ്മുടെ ഇടയിൽ വസിക്കുകയും തന്നെ കുറിച്ച് തന്നെ കൂടുതൽ വ്യക്തമായ അറിവ് തരികയും ചെയ്യുന്നു. ആത്മാവ് വെളിപ്പെടുത്തുന്നത് എവിടെയാ? നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും ഇത് വെളിപ്പെടുത്തുന്നു. ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അരുവികൾ ഒഴുകും. ഇപ്പം ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ അരുവികൾ എന്നല്ല. അതാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഒഴുകുന്ന കാര്യമാണ് അവിടെ പറയണത്. ഹിന്ദിയിൽ ഇങ്ങനെയാണ്, जो मुझ में विश्वास करता है उसका हृदय का अंदर स्थल से संजीवन जल का नदियां बह निकलेगी. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നദികൾ ഒഴുകുന്നു. എന്നാൽ വിശുദ്ധ അഗസ്തീനോസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഗ്രീക്ക് ഭാഷയിൽ ഉറവ അല്ലെങ്കിൽ കിണർ എന്നാണ് എഴുതിയേക്കുന്നത്. കിണർ, അതായത് എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയം ജീവജലത്തിന്റെ ഒരു സ്രോതസ് തന്നെയാകും, ഒരു വറ്റാത്ത കിണറാകുന്ന പറഞ്ഞത്. വറ്റാത്ത കിണർ. അതായത് പരിശുദ്ധാത്മാവിനെ നമ്മളിൽ തന്നു കഴിഞ്ഞാൽ യേശുവിൽ ഉള്ളത് അതാണ്. അത് ഇവിടെ നമുക്ക് എടുക്കാം, വേണമെങ്കിൽ ഇതെടുക്കാം. ശരവരം 15 അല്ല 16, യോഹന്നാൻ 16 15 14 മുതൽ വായിക്കാം. അവൻ സ്വമേധയായിരിക്കില്ല. 13 സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇതിപ്പോ ഈ വിശുദ്ധ ഗ്രിഗറി പറയുന്നത് തമ്മിൽ ശരിയായില്ലേ? ഈശോയെ കുറിച്ച് മുഴുവനും പറഞ്ഞ അവസാനം ഈശോ പറയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കും. എവിടെ ഇരുന്നിട്ടാ? നമ്മുടെ ഉള്ളിലിരുന്നിട്ട്. അതാണ്. അപ്പൊ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആരാധിക്കണം, ആ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. ആ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാം വെളിപ്പെടുത്തി തരും. അവൻ സ്വമേധയ ആയിരിക്കില്ല സംസാരിക്കുന്നത്. കണ്ടോ, സംസാരം, ഒരു സംസാരം വേണം. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അവൻ എവിടെ നിന്ന് കേൾക്കണോ? പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുകയും അവൻ അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. എനിക്കുള്ളതൊക്കെ നിങ്ങൾക്ക് തരും. എന്നിട്ട് അടുത്തതാണ്, അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. എന്നിട്ട് പറയാണ്, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും.
അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായില്ലേ. അത് കഴിഞ്ഞിട്ട് പറയാണ്, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. നോക്കി, നമ്മൾ ഈ തോതിൽ പ്രാർത്ഥിക്കാറുണ്ടോ? നമുക്കിത് മുഴുവനും കിട്ടിയാൽ എന്ത് ചെയ്യും? നമ്മൾ ഈ പിതാവിനുള്ളതെല്ലാം എനിക്കിങ്ങനെ തന്നേക്ക്, തന്നാൽ എന്ത് ചെയ്യും? നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നതിന് വേണ്ട ചില സിമ്പിൾ കാര്യമാണ്. എന്നാ ചെയ്യാനാണിത്? ഫ്രിഡ്ജിൽ വയ്ക്കുമോ? എന്തിനാണ് പരിശുദ്ധാത്മാവ്? കുറച്ച് തന്നേര്, ഇരുന്നോട്ടെ. നമ്മൾക്ക് നല്ല പിടയ്ക്കണ പച്ച മീൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ കിട്ടിയ വഴി അതിനെ വെട്ടി ഫ്രിഡ്ജിൽ കയറ്റി ഫ്രീസറിൽ വയ്ക്കും. മനസ്സിലായോ? ഇത് തന്നെ നമ്മുടെ സ്വഭാവം. പരിശുദ്ധാത്മാവിനോട്ട് തന്നേര്, ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് ഈശോ തന്നെ പറഞ്ഞത് കേട്ടോ, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിനാ? എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാ? സുവിശേഷം പ്രഘോഷിക്കാൻ. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഈശോ പറഞ്ഞേക്കണ ഒറ്റ കാര്യമുള്ളൂ. അവസാനം എല്ലാ ഗോസ്പലിലും അവസാനം പറയുന്നത് എന്താ? ഗോ പ്രൊക്ലെയിം ദ ഗോസ്പൽ. നമ്മൾ ലോകത്തിലുള്ള വേറെ പല ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട്, ഒരു പ്രയോജനമില്ല. ഏറ്റവും ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ എന്താണ്? പ്രൊക്ലമേഷൻ, സുവിശേഷം പ്രഘോഷിക്കുക. മാർപ്പാപ്പയുടെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എവാഞ്ചലിക് ഔദ്യം അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ തിയോളജി ഒന്നും ഇപ്പൊ പ്രഘോഷിക്കണ്ട, നിങ്ങളുടെ ദൈവാനുഭവം പ്രഘോഷിക്കുക. എന്നിട്ട് 2 ഉദാഹരണം പറയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തിൽ അന്ത്രയോസ് പ്രഘോഷിച്ചത് എന്താ? ഞാൻ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് ഒറ്റ പ്രഘോഷണം, അത്രയേ ഉള്ളൂ. ആരോട് പ്രഘോഷിച്ചു? പത്രോസിനോട്. പത്രോസിനെ കൂട്ടിക്കൊണ്ട് വരാണെന്നിട്ട് ആ പത്രോസാണ് മാർപ്പാപ്പയായത്. പിന്നെ ഉദാഹരണം പറയുന്നത് ഒരു സമരിയാക്കാരി. ഈ സമരിയാക്കാരിയെ കാണാൻ ഈശോ നട്ടുച്ചയ്ക്ക് വേർത്ത് അവിടെ കിണറ്റിൽ കയറിയ പോയി ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുകയാണ്. അവൾ വരും, അവളോട് സംസാരിക്കണം, അവളെ നേടണം, അവളുടെ വിളി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ആ സംഭാഷണത്തിൽ ഈശോ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇച്ചിരി കുടിക്കാൻ വെള്ളം തരാമോ? നീ ഒരു യഹൂദനായിരിക്കെ ഞങ്ങളോട് വെള്ളം ചോദിക്കണം എന്താ? യഹൂദനും സമരിയക്കാരും തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് അറിഞ്ഞൂടെ? പോകരുത്. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കും. ഈശോ അതൊന്നും കേട്ടിട്ട് ഈശോയ്ക്ക് ഒരു വിഷമൊന്നും ഉണ്ടായില്ല. അതാണ് ഈശോ, നമ്മളിവിടെ നേരത്തെ ആരോ പറഞ്ഞല്ലോ കോപിക്കുന്നു എന്നൊക്കെ. ദൈവം കോപിക്കുന്നു എന്നിട്ട് ആരോ പറഞ്ഞില്ലേ? ഇവിടെ എന്തോ ഒരു സന്ദേശം കിട്ടി, കോപം. ഈ ദൈവത്തിൻ്റെ കോപം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു തരം ഒരു പ്രത്യേക അലങ്കാരികമായിട്ടാണ്. അതല്ല, വേറെ ഒരു സന്ദേശം അല്ലനാണോ കോപം? ഇതിൻ്റെയൊക്കെ അർത്ഥമുണ്ടല്ലോ. ദൈവം ഈ പിതാക്കന്മാരിപ്പോൾ 2-ാം സങ്കീർത്തനത്തിൽ പറയാണ്, സ്വർഗത്തിലിരിക്കുന്നവൻ ഇത് കേട്ടു ചിരിക്കുന്നു, പരിഹസിക്കുന്നു, ഇങ്ങനെയൊക്കെയല്ല. എന്നിട്ട് അഗസ്തീനോസ് പിതാവ് അതിൻ്റെ വ്യാഖ്യാനം, ഈ സ്വർഗത്തിലിരിക്കുന്നവൻ കേട്ടു ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കരുത്, അയാൾക്ക് കവിളും വായൊക്കെ ഉള്ള ഒരാൾ അവിടെ ചിരിക്കണതായിട്ട്. ദൈവം ആത്മാവാകുന്നു. നമ്മളെ കംപ്ലീറ്റ് ഐഡിയ പോയി. അതിൻ്റെ അർത്ഥം ഈ മനുഷ്യന്റെ വിഡ്ഢിത്തരം കണ്ടിട്ട് ദൈവത്തിന് അവരോടുള്ള സഹതാപമാണ്. ഏത്? രാജാക്കന്മാർ, അതായത് പന്തിയോസ് പീലാത്തോസും ഹെറോദേസുമെല്ലാം തൻ്റെ അഭിഷിക്തനെതിരെ ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ട്
സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കണം. അവർ വിചാരിച്ച് ഇവനെ കൊന്നു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പക്ഷേ അതൊരു തുടക്കമേ ആയിരുന്നുള്ളൂ. അവൻ്റെ സ്വർഗത്തിലിരിക്കുന്നവൻ കോപിക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം അക്ഷരാർത്ഥമല്ല അതിൻ്റെ ആന്തരികാർത്ഥം. നമ്മൾ ആ ദൈവത്തെ അങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ കാണരുത്. നമ്മൾ ദൈവം വലിയ താടിയും ബീച്ചുള്ള ഒരു അപ്പാപ്പനായിട്ട് അവിടെ ഇരിക്കണമായിരുന്നല്ലേ കാണുന്നത്. ആ ദൈവം അരൂപിയാണ്. ആ ദൈവം സർവവ്യാപിയാണ്. ആ ദൈവം അനാദി മുതൽ അനന്തത വരെ സ്പ്രെഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സങ്കീർത്തനങ്ങളിലാണ് ഇതിൻ്റെ എല്ലാം വലിയ ജ്ഞാനം കിടക്കുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം ഇവിടെ എന്താ നമ്മൾ എനിക്കുള്ളതെല്ലാം പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് കിട്ടും? പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവാകുന്ന ആ പ്രാവ് എന്ന് പറഞ്ഞ് വരുമ്പോൾ വെറുതെ വരികയല്ല ചെയ്യണത്, സ്വർഗം മുഴുവനും നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. പിതാവും പുത്രനെയും നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. വരും, നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലബല, ഹലബല, ഹലബല, ശാലബല, ഹലബല, ഹലബല. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഓക്കെ, നമുക്കിനി വീണ്ടും വരദാനങ്ങളിലേക്ക് നീങ്ങാം. 1 കൊരിന്ത്യർ 12 നമ്മൾ പറഞ്ഞു ആദ്യത്തെ വചനം, ആത്മീയ ദാനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളവരായിരിക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കിയത്? 2 പ്രധാന അറിവ്. ഒന്ന്, നമ്മൾ ഓരോരുത്തരിലും ഉള്ള പ്രോമിനന്റ് ഗിഫ്റ്റ്. എന്താണ് അടിസ്ഥാനപരമായ വരം? ഇപ്പൊ കുറച്ചൊക്കെ തെളിഞ്ഞു വരണില്ലേ? ഇപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഓരോരുത്തരിലും ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നില്ലേ? പ്രവചനപരമായിട്ടും ദർശനപരമായിട്ടും പ്രഘോഷത്തെക്കുറിച്ചൊക്കെ കണ്ടില്ലേ? ആരോ ബൈബിൾ പിടിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കണമെന്നൊക്കെ. അങ്ങനെ ക്ലാരിറ്റിയിലേക്ക് വരുന്നത് നമ്മൾ ഓരോരുത്തരിലുമുള്ള അടിസ്ഥാന വരം മനസ്സിലായാൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിക്കുള്ളൂ. കാരണം നമ്മളെ എന്തിനാ ദൈവം സൃഷ്ടിച്ചേ? പറയും. എന്താ ഉത്തരം? എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ഉത്തരം ഇതാണ്, ദൈവത്തിന് വേണ്ടിയാ സൃഷ്ടിച്ചത്. കാറ്റഗിസം 27-ാമത്തെ ഖണ്ഡികയിലാണ് ദൈവം മനുഷ്യനെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. തന്നെ തന്നെ വെളിപ്പെടുത്താനും തന്നെ തന്നെ നൽകാനും വേണ്ടിയാണ് സൃഷ്ടിച്ചേക്കണത്. അപ്പൊ ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചുവെങ്കിൽ നമ്മൾ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിനുണ്ട്. അത് നാം തിരിച്ചറിയണം. എന്നിട്ട് യോനായെ പോലെ തിരിച്ചറിയണ നേരത്ത് അയ്യോ അതാണോ, ഇതിനാണ് എന്നെ ഉണ്ടാക്കിയത്, ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദൈവം ചെയ്യും. ഒരു കൊടുങ്കാറ്റങ്ങ് വിട്ടു, കടൽക്ഷോഭം, കപ്പൽ പ്രശ്നം, കപ്പൽ മുന്നോട്ട് പോണില്ല. കപ്പലിലുള്ള എല്ലാവരും ആകെ ആശ്ചര്യപ്പെടുന്നു. എന്താ കാരണം? അത് കപ്പലും മുന്നോട്ട് പോണില്ല, കപ്പലിലുള്ള ചരക്ക് മുഴുവനും വലിച്ചെറിഞ്ഞു. അവസാനം അവർ നറുക്കിട്ടപ്പോൾ മനസ്സിലായി ഇതിൻ്റെ താഴെ ഒരു പ്രവാചകൻ കിടന്ന് ഉറങ്ങണുണ്ട്, അയാളാണ് ഇതിൻ്റെയൊക്കെ കാരണം. ചില സ്ഥലത്ത് പലരും എൻ്റെ അടുത്ത് വരണ്ടുണ്ട്, ബ്രദറെ എനിക്കറിഞ്ഞൂടാ, ഒന്നും മുന്നോട്ട് പോണില്ല,
ആ കൂടി ഒരു ദീവാള്, ഒരു വലിയ 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 മതിൽ പോലെ എൻ്റെ ജീവിതം. ഭാവിയെ കുറിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും വിജയിക്കുന്നില്ല. അപ്പോൾ ഉടനെ എനിക്ക് കാര്യം മനസ്സിലാവും. എന്താ? നീ താർഷീഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നേ. അപ്പോൾ ഒന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാവും അതെന്നാ സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നിനക്ക് ദൈവം നിന്നെ സൃഷ്ടിച്ചതേ നിനക്കിഷ്ടമുള്ള എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാനല്ല. നിന്നെക്കുറിച്ച് വലിയ ഒരു പരിപാടി കർത്താവിനുണ്ട്. അത് നീ കണ്ടെത്തണം. ഒരുപക്ഷെ നീ കണ്ടെത്തിയിട്ടുണ്ടാകാമെങ്കിലും നീ അത് ഇഷ്ടപ്പെടണില്ല. നീ അത് ചെയ്യാതെ നിന്റെ ഇഷ്ടം മാതിരി യോനായോട് നിനവേക്ക് പോകാൻ പറഞ്ഞിട്ട് താർഷീഷിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ കടൽക്ഷോഭം ഉണ്ടായി, കപ്പൽ പ്രശ്നമായി, ഇതൊക്കെ ഉണ്ടായി. ഇതല്ലേ ഇപ്പൊ നിന്റെ വീട്ടിൽ നടക്കണേ? ഒന്നും മുന്നോട്ട് പോകുന്നില്ല, എല്ലാം പ്രശ്നം, പ്രശ്നത്തിന് പ്രശ്നം. അരിവയ്ക്കാൻ പോലും കാശില്ല, ഒരു ജോലി കിട്ടണില്ല, കുടുംബത്തിൽ പ്രശ്നം, സഹോദരന്മാർ തമ്മിൽ പ്രശ്നം, 4 പക്കത്തുള്ള ആൾക്കാർ തമ്മിൽ പ്രശ്നം. അതാണ് കടൽക്ഷോഭം. ആരാ? കർത്താവ് തന്നെ ഉണ്ടാക്കിയേക്കണതാ. എന്തിനാ? ഇവനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട്. അതൊരു ഫ്രൈസല്ലേ. ഒരിക്കലും ഒരാളിങ്ങനെ ദുബായിൽ വെച്ച് പറഞ്ഞു, പുള്ളി പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കണേക്ക് മുമ്പ് വലിയൊരു വചന പ്രഘോഷകരായിരുന്നു, ഇപ്പോൾ ഒന്നും നടക്കണില്ല, ഭയങ്കര പ്രശ്നം, എനിക്ക് ജോലി കിട്ടണില്ല, എനിക്ക് ഉപജീവനത്തിന് മാർഗവുമില്ല. അപ്പം നീ എന്തിനാ നിർത്തിയത്? പിന്നെ കല്യാണം കഴിച്ചില്ലേ, ഇപ്പൊ ഭാര്യ പറയണത് കേൾക്കണ്ടേ? അങ്ങനെ എവിടെയാ ബൈബിളിൽ എഴുതിയേക്കണേ ഭാര്യ പറയണത് കേൾക്കണമെന്ന്? അതല്ലേ ശരി? പറയും നീ, എവിടെയാ പറഞ്ഞേക്കണത്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കർത്താവ് നീ ഭാര്യ പറയണത് കേൾക്കണമെന്ന്? ഭാര്യമാര് വിഷമിക്കല്ലേ? എന്താ പറഞ്ഞേക്കണത്? സുവിശേഷത്തെ പ്രതി ഭാര്യയെയോ മക്കളെയോ മാതാപിതാക്കളെയോ വസ്തുവകകളെയോ എല്ലാം വിട്ടെറിഞ്ഞിട്ടാൽ അവർക്ക് ഇവിടെ വെച്ച് തന്നെ എല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അപ്പൊ ഭാര്യ കെട്ടണമെങ്കിൽ മുമ്പാണോ ഭാര്യ? ഭാര്യ എപ്പോഴുണ്ടാവണത്? ഭാര്യ എപ്പോഴുണ്ടാവണം? ഇപ്പൊ എന്നെ നോക്ക്, എൻ്റെ ജീവിതം നോക്ക്. ഞങ്ങള് അടയും ചക്കരയായിട്ട് എപ്പോഴും എന്നെ ഞങ്ങൾ ഒരുമിച്ചേ കണ്ടിരുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ബന്ധുക്കാരൊക്കെ ഉണ്ട്. എന്തിനു പറയണം? ഇപ്പൊ ഈ മാസം, ഈ ജൂൺ മാസം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ താമസിക്കാമെന്ന് ഉദ്ദേശിച്ച് 1 വർഷം മുമ്പേ പ്ലാൻ ചെയ്തിട്ടാണ് ഇതെല്ലാം, ഈ പ്രോഗ്രാമൊക്കെ എടുത്തത്. കുറച്ച് നാൾ ഞങ്ങൾക്ക് ഒരുമിച്ച് അറ്റ്ലീസ്റ്റ് വൈകുന്നേരമെങ്കിലും വീട്ടിലൊരുമിച്ച് കാണാമല്ലോ. അപ്പോൾ അത് മോൾക്ക് ഒരു ഓപ്പറേഷൻ വന്നേക്കണം. അവൾക്ക് മുട്ടിന് ഓപ്പറേഷൻ, നടക്കാൻ പറ്റണില്ല, എല്ലാം ആരെങ്കിലും സഹായിക്കണം. അപ്പോൾ ഭാര്യ അവിടെ സഹായിക്കാൻ. ആ സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വേണം? ഞാൻ ഇതൊക്കെ ക്യാൻസൽ ആക്കണോ? എന്നിട്ട് അവിടെ ഭാര്യയുടെ കൂടെ ഇരിക്കണോ? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭാര്യയുടെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ ഭർത്താവിന് ഇപ്പോൾ സീരിയസ് രോഗം വന്നേക്കണം. അപ്പോൾ അവള് ഭയങ്കര അപ്സെറ്റാണ്. അപ്പോൾ വത്സ ഇപ്പോൾ ഉടനെ തിരിച്ചു വരാണ്. മോളവിടെ അങ്ങനെ തന്നെ കിടക്കട്ടെ, എന്നാലും ഈ അനുജത്തിനെ ആശ്വസിപ്പിക്കാനായിട്ട്. അപ്പം ഞാൻ പിറ്റേ ദിവസം പോടും. അവര് ഞാൻ 6-ാം തീയതി പോകാൻ പ്ലാൻ ഇട്ടേക്കായിരുന്നു. അപ്പോൾ 5-ാം തീയതി ഇവിടേക്ക് വരണു വത്സ. അപ്പം ഞാൻ പിന്നെ പ്രോഗ്രാം കുറച്ച് മാറ്റിയിട്ട് ഞാൻ ഒരു 10-ാം തീയതി പോകാമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 5 ദിവസമെങ്കിലും ഇവിടെ ഭാര്യയുടെ കൂടെ നിൽക്കാമെന്ന് ഉദ്ദേശിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം മുമ്പ് ഡിവൈനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഡിവൈൻ TV-ക്ക് വേണ്ടി കുറച്ച് ടോക്ക് റെക്കോർഡ് ചെയ്യണം. സാറിപ്പം നടത്തിയ സങ്കീർത്തന ധ്യാനത്തിൻ്റെ. അപ്പോൾ 2 ദിവസം 10-15 ടോക്ക് ചെയ്തപ്പോൾ പറയാം, ഇത് നമുക്ക് ഫുൾ ഇയർ ഓടിക്കാൻ വേണ്ടി കുറേയും കൂടി റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഭാര്യ വന്നിരിക്കുമ്പോൾ ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ റെക്കോർഡാക്കും. അപ്പോൾ ആൾറെഡി ആള്. അപ്പോൾ ഇതാണ് സുവിശേഷ വേല. ഭാര്യയ്ക്ക് അതൊക്കെ എന്താണ്, കർത്താവ് അത് നയിക്കും.
അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, നിന്റെ ഈ പ്രശ്നം മാറണമെങ്കിൽ നിന്നെ കുറിച്ചുള്ള ദൈവവിളി എന്താണെന്ന് നീ മനസ്സിലാക്കണം. നിന്നെ ദൈവം ഒരു സുവിശേഷ പ്രഘോഷകനായിട്ട് അഭിഷേകം ചെയ്തു. നിന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ നീ അതുപോലെ നല്ല ശുശ്രൂഷ ചെയ്തിരുന്നു. നീ അത് നിർത്തിയപ്പോൾ കലപ്പയിൽ കൈവച്ച് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. നിന്റെ വിളി അനുസരിച്ച് നീ ചെയ്തില്ലെങ്കിൽ താർഷീഷ് പോയ മാതിരിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ശുശ്രൂഷ മേഖലയിൽ, പ്രത്യേകിച്ച് വരദാനങ്ങളുടെ മേഖലയിൽ. വരദാനം എനിക്ക് പണ്ട് നല്ല വരമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും പ്രവർത്തിക്കലില്ല. ഒരു കാരണം, കർത്താവ് നിങ്ങൾക്ക് നൽകിയ സന്ദേശവും പ്രവചനവും അനുസരിച്ച് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ അവന്റെ നടപ്പ് പുറകോട്ടായിരിക്കും. അവന്റെ നടപ്പ് എന്ന് പറഞ്ഞ് പുറകോട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതേ സമയത്ത് കർത്താവ് പറഞ്ഞതനുസരിച്ച്, കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്ന വരദാനങ്ങൾ അനുസരിച്ച്, കർത്താവ് വിളിച്ചതനുസരിച്ച് എന്ത് ശുശ്രൂഷയാണോ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുകയാണെങ്കിൽ എല്ലാം മനോഹരമാകും, എല്ലാം വിജയിക്കും. അവരോട് ഇത് പറയാൻ കാരണം, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. എന്താ എനിക്കുള്ളത്? പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. നമ്മൾ കുറെ എന്തെല്ലാം പ്രാർത്ഥനകൾ ചെയ്താലും ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കണം. ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഒരു ട്രയൽ ആൻഡ് എററിൽ എന്തെങ്കിലും ചെയ്യിക്കാനല്ല, കൃത്യമായിട്ടൊരു പ്ലാൻ. ഇപ്പം നമ്മളൊരു വീടുണ്ടാക്കണമെങ്കിൽ നമ്മൾ കോൺട്രാക്ടറെ വിളിച്ചിട്ടോ ഒരു വീടുണ്ടാക്ക ഇങ്ങനെ പറയൂ. അപ്പം അയാൾ പറയും അതിനൊരു ആർക്കിടെക്ചറൽ പ്ലാൻ ആയോ. അതെന്തെന്ന് ആർക്കിടെക്ചറൽ പ്ലാൻ? അത് നിങ്ങളൊരു എഞ്ചിനീയറെ വിളിച്ച് പറയും, എനിക്ക് ഇന്നമായൊരു വീട് വേണം, അതിന് ഇന്ന സൗകര്യങ്ങൾ വേണം. അങ്ങനെയാണല്ലേ, ഓക്കെ. അപ്പോൾ ആർക്കിടെക്ചർ വന്നു, എത്ര ഏരിയ വേണം, എത്ര റൂം വേണം, എത്ര നില വേണം, കിച്ചൺ എവിടെ വേണം, ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂം വേണം, ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ നാളെ ഒരു പ്ലാൻ ഉണ്ടായിക്കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഇത് പോരാ, എനിക്ക് കുറച്ചും കൂടി ഈ കിച്ചൺ കുറച്ചും കൂടി വലുത്, ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞു. ശരിയാക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കി പുള്ളി പറഞ്ഞു ഇനി ഞാനൊരു 3D ഫിലിം ഉണ്ടാക്കാം, പിക്ചർ ഉണ്ടാക്കാം. ഇപ്പം 3D എന്നല്ലേ പറയണത്, അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ എന്ന് പറയും എഞ്ചിനീയറിംഗിൽ. അത് നോക്കുമ്പോൾ ശരിക്കും ബിൽഡിംഗ് നമുക്ക് കാണാം. അതിനകത്ത് റൂമുകളും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പക്ഷേ എല്ലാം പേപ്പറിലാന്നുള്ളൂ, എല്ലാം പേപ്പറിലാണ്. ബിൽഡിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഉണ്ടാകാനിരിക്കുന്ന ബിൽഡിങ്ങിനെ ഒരു ആർക്കിടെക്ചറൽ പ്ലാനിലൂടെ എല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദൈവമേ ഒരു വിഡ്ഢിയല്ല. ദൈവം വളരെ ജ്ഞാനിയാണ്. നമ്മളിലൂടെ ഈ ലോകത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെ മുൻകൂട്ടി പദ്ധതി ചെയ്ത് ഒരു 3D ഫിലിം തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ഈസി. പരിശുദ്ധാത്മാവെ, എന്നെക്കുറിച്ച് കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരാം. പിന്നെന്താ, ഉടനെ ഫയൽ തുറന്നു ടക്ക് 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 ഓരോന്ന് കാണിച്ചു തരികയാണ്. അതാണ് 1 കൊരിന്ത്യസ് 2:9 മുതൽ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും അതുവരെ. 1 കൊരിന്ത്യസ് 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കാണാത്തതും ചെവികൾ കേൾക്കാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിക്കുക പോലും ചെയ്യാൻ പറ്റാത്തതാണ്. എന്നാൽ
നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തരുന്നു. ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തരുന്നു. അതെ, അത് പൗലോസ്ലീഹയുടെ എല്ലാ ലേഖനത്തിലും പറയുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആണ്. നമുക്കെല്ലാം വെളിപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പറയാണ്, ദൈവത്തിന്റെ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. കണ്ടോ, എന്താണ് ഈ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ? ഇത് കണ്ടോ, ഇപ്പൊ കണ്ടോ, എന്നെ നിങ്ങൾക്ക് കാണാമോ? കാണും. പക്ഷെ ഞാനവിടെ ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഞാനൊരു മറഞ്ഞിരിക്കുകയാണ്. ഈ മറയ്ക്കാണ് വെയിൽ എന്ന് പറയുന്നത്. വെയിൽ, റീവെയിൽ കേട്ടോ. ഈ വെയിൽ മാറ്റുന്നതിനെയാണ് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത്. റീവെയിൽ കണ്ടോ, ഒന്ന് നോക്കിയേ ഇങ്ങോട്ട്. കണ്ടോ, എന്നെ കാണാമോ? കണ്ടുകൂടാ. എന്നാൽ കർത്താവ് നിങ്ങളെ തന്നെ ഈ വെയിൽ മാറ്റി റീവെയിൽ, അതാണ് റെവലേഷൻ എന്ന് പറയുന്നത്. റീവെയിൽ എന്തോ പിടിയിട്ടെന്ന് തോന്നണേ. അപ്പൊ ഇത് ആരാണ് ചെയ്യണേ? ഇത് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും റിവീൽ ചെയ്തു തരുന്നു. അർത്ഥത്തിലാണ് ഇന്ന് നമ്മളെ പാടിയത്. ദൈവത്തിന് നിഗൂഢ രഹസ്യങ്ങൾ ആത്മാവിനിൽ പകർന്നിടുന്നു, ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ. ഓക്കെ, അപ്പം നമ്മളിലുള്ള വരദാനം കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു റീവെയിലിംഗ് ആവശ്യമാണ്. വെയിൽ മാറണം. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മറയുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു, മാനുഷിക ബോധ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ. അപ്പൊ ഈ വരദാനങ്ങൾ ഇങ്ങനെ ശക്തമായി തുറക്കുമ്പോൾ ഈ വെയിൽ മാറും. ഞാനിങ്ങനെ ആദ്യം ഓസ്ട്രിയയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെനിക്ക് ഓരോ വർഷവും 2 വർഷത്തെ വിസ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നു. പിന്നെ അവർ പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് വിസ കിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് വേണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറേ നിയമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് എന്തു ചെയ്യും? നീ പോയിക്കൊള്ളുക, നിനക്ക് ഞാൻ ജർമ്മനിയിൽ നിന്ന് 5 വർഷത്തെ വിസ തരും. പ്രവചനമാണ്. നീ നാട്ടിൽ പോയിക്കൊള്ളുക, ജർമ്മനിയിൽ നിന്ന് നിനക്ക് 5 വർഷത്തെ വിസ ഞാൻ തരും. അപ്പൊ ഞാനിതൊക്കെ മുൻകൂട്ടി കർത്താവ് ഒരുക്കി വെച്ചേക്കാണ്. ഇന്നലെയും ഇന്നും നാളെയും എല്ലാം കർത്താവ് ചെയ്യണം. ഞാൻ ഉടനെ പെട്ടിയെടുത്ത് പോന്നു. അവിടെ നമ്മുടെ ആരാധന സെന്ററുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ ഉടനെ പ്രാർത്ഥിച്ചു, എന്താണ് പരിപാടി, എങ്ങനെ 5 വർഷത്തെ വിസ നീ തരും, എന്ത് ചെയ്യണം, ഞാനതിന് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ കർത്താവ് പറയണേ, ഇന്ന സ്ഥലത്ത് നീ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു 5-6 വർഷം മുമ്പ്, ഈ സംഭവം നടക്കുന്നതിന് ഒരു 5-6 വർഷം മുമ്പ് ഇന്ന സ്ഥലത്ത് ധ്യാനിപ്പിച്ചപ്പോൾ ധ്യാനം കഴിഞ്ഞൊരു പെണ്ണ് നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ലേ, അവൾ വിസ ഓഫീസിൽ ജോലി ചെയ്യണത്, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. നമ്മളത് മറന്നും പോയി, യാതൊരു ഐഡിയ ഇല്ല. കർത്താവ് പറയാണ്, അവളെ കോണ്ടാക്ട് ചെയ്യാൻ നീ അവിടുത്തെ നിന്റെ ഓർഗനൈസറെ വിളിച്ച് പറഞ്ഞാൽ മതി, മെസ്സേജ് ചെയ്താൽ മതി, അവൻ അത് കണ്ടുപിടിച്ചോളും. ഇതൊക്കെ കർത്താവ് ഇങ്ങനെ പറയാണ്. ഈ ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇന്ന്. അപ്പം എൻ്റെ അടുത്ത് അന്ന് ഇതേമായിട്ട് ഒരു സൂത്രം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഒരു PD എന്ന് പറയും. ഇപ്പോൾ എന്താ അപ്പോൾ എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പം അമ്മമാർ, ബ്രദർ എന്താ സ്ലേറ്റിൽ എഴുതണേന്ന് ചോദിക്കുന്നത്. ബ്രദർ ഈ പള്ളിയിൽ സ്ലേറ്റിൽ എഴുതും. അപ്പോൾ ഈ സ്ലേറ്റുമായ രീതിയിൽ ഇങ്ങനെ സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് ഇട്ടിട്ടിട്ട് എഴുതി മെസ്സേജ് ഇട്ട്. സാധാരണ ഇവരൊക്കെ ഇമെയിലൊക്കെ പണ്ട് കാലത്ത് ഒരാഴ്ചയിലൊരിക്കലൊക്കെ തുറക്കുള്ളൂ. ഈ പ്രാർത്ഥന കഴിയണേക്ക് മുമ്പ് അവൻ്റെ റിപ്ലൈ വന്നിരിക്കുകയാണ്,
ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് വലിയ സന്തോഷമായി നീ അവളെ ഓർത്തതിലും. അപ്പം അന്ന് അവർ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു സൗഖ്യം കിട്ടി, രോഗശാന്തി കിട്ടി. അവർക്ക് ഒരു ഈവനിങ് പ്രോഗ്രാമായിരുന്നു. അവർക്ക് ഭയങ്കര അനുഭവമായി. അവൾ പറയാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് പറയും, ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇപ്പം എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓൾറെഡി വിസയുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് പറയും, നമ്മളോട് അങ്ങനെ ചാടി വീടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവൾ പറയണേ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ ബോസിനോട് സംസാരിച്ചിട്ട് ഞാൻ അത് അറിയിക്കാം. അങ്ങനെ ബോസിനോട് സംസാരിച്ചു. ഇനി ഞാൻ ബാക്കിയുള്ളതൊന്ന് ഓഫ് ദ റെക്കോർഡ് ചെയ്യാം. അത് വെറുതെ ഇനി വല്ല മീഡിയയിലേക്ക്